പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു തിന്മയാണ് വ്യർത്ഥഭാഷണം. വ്യർത്ഥഭാഷണം പറയുക. ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ ജീവിതത്തിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. അവൻ പറയുന്ന വാക്കുകൾ ഏതു തരത്തിലുള്ള വാക്കുകളാണ്? അശുദ്ധ വാക്കുകളാണോ? ഏതു തരത്തിലുള്ള വാക്കുകളാണ് മറ്റുള്ളവരോട് പറയുന്നത്, ഉപയോഗിക്കുന്നത് എന്ന് ദൈവത്തിനു ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 36-37 തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളിൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇത് നമ്മുടെ കർത്താവ് നേരിട്ട് തൻ്റെ ശിഷ്യന്മാരോടും സമൂഹത്തോടും പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തിരുസഭയിലുള്ള ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് പറയുന്നതാണിത്. കാരണം തിരുസഭയിലെ മക്കളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. അവൻ സ്വർഗീയ ഭവനത്തിലെ അംഗമായി മാമോദിസായിലൂടെ ഈശോ ദത്തെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ദൈവം സ്വീകരിച്ചതാണ്. ആ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവ പൈതൽ ജീവിതത്തിൽ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു. ഓരോ വ്യക്തിയും പേരെടുത്തുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നിന്നോട് പറയുന്നു. സഭയാകുന്ന കൂട്ടായ്മ മക്കളെ നോക്കിക്കൊണ്ട് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് പറയുന്നത്? മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കുകൾ. വ്യർത്ഥവാക്ക് എന്ന് പറയുമ്പോൾ പ്രയോജനരഹിതമായ വാക്കുകൾ, മറ്റുള്ളവർക്ക് ആത്മീയ അഭിവൃദ്ധി ഇല്ലാത്ത വാക്കുകൾ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന വാക്കുകൾ, അശുദ്ധ വാക്കുകൾ, ചീത്ത പാട്ടുകളാകാം, ചീത്ത പറയുന്ന സ്വഭാവമാകാം. ഇതെല്ലാം വ്യർത്ഥഭാഷണങ്ങളാണ്. അതുപോലെ തന്നെ വ്യർത്ഥഭാഷണങ്ങളാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ല ക്ലിയർ ആണെന്നുള്ള മനോഭാവത്തിൽ മറ്റുള്ളവരെ കുറ്റവും കുറവും പറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അതൊക്കെ വ്യർത്ഥവാക്കുകളാണ്, അതൊക്കെ വ്യർത്ഥഭാഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള വ്യർത്ഥഭാഷണം പറയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ കർത്താവ് പറയാണ്, വിധി ദിവസത്തിൽ നീ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചില യുക്തിവാദികൾ ചോദിക്കും, ഈ നാട്ടിൽ ഈ ജനങ്ങളുടെ മുഴുവൻ ഈ പറയുന്ന വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ ഓർമ്മയിലുണ്ടോയെന്നും. ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയായി ഭൂമിയിലുള്ളത് മുഴുവനും. ഒരു മനുഷ്യൻ എന്ത് പറയാൻ പോകുന്നുവെന്ന് അവൻ പറയുന്നതിന് മുൻപേ അവൻ്റെ നാവിൽ വരുന്ന വാക്ക് എന്താണ് എന്ന് ദൈവം അറിഞ്ഞിട്ടിരിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഞാൻ വ്യർത്ഥഭാഷണം പറയാറുണ്ടോ? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കൂട്ടായ്മയിൽ, എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ, എൻ്റെ സാമൂഹ്യമായ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരോട്, ഞാൻ എൻ്റെ യാത്രാവേളയിലോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലോ സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ച് കൂടുന്ന സമയത്ത് വ്യർത്ഥഭാഷണങ്ങളൊക്കെ പറഞ്ഞ്, ചീത്തവാക്കുകളൊക്കെ പറഞ്ഞ്, മറ്റുള്ളവരെ വിധിച്ചും കുറ്റപ്പെടുത്തിയുമൊക്കെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് പറയാണ്, നീ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് പറയാണ്, വീണ്ടും പറയണം, നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും അതുപോലെ തന്നെ നിനക്ക് കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും.
അതായത് നീ പറയുന്ന നിൻ്റെ വ്യർത്ഥവാക്കിനാൽ നീ വിധിക്കപ്പെടുന്ന വ്യക്തിയായി മാറ്റപ്പെടും. നിൻ്റെ വാക്കുകളിൽ നിന്ന് നീ നീതീകരിക്കപ്പെടുമെന്നും ഇവിടെ പറയുന്നുണ്ട്. നിൻ്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടും. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിന് ഉതകുന്ന, നന്മ പ്രേരണ ലഭിക്കുന്ന, മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ സൗഖ്യമാക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്പന്ദനമേകുന്ന വാക്കുകൾ അവസരോചിതമായി ഞാൻ സംസാരിക്കുവാൻ തുടങ്ങിയാൽ അന്ത്യവിധിയുടെ സമയത്ത് ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് ഈശോ നമുക്ക് വാക്ക് തരുന്നുണ്ട്. എന്നാൽ അതിന് പകരമായിട്ട് മറ്റുള്ളവരെ ആത്മീയമായി വളർത്തുകയും ഉയർത്തുകയും ചെയ്യേണ്ട ഇതേ നാവ് കൊണ്ട് നമ്മൾ വ്യർത്ഥഭാഷണം പറയുമ്പോൾ കർത്താവോടെ പറയണ വ്യർത്ഥവാക്ക്, ആ വ്യർത്ഥവാക്കിലൂടെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. വ്യർത്ഥവാക്ക് എന്നതിൻ്റെ അർത്ഥം ചീത്ത വാക്കെന്ന് തന്നെയാണ്. ഈ ചീത്ത വാക്ക് എന്നത് മാത്രമേ അല്ല, ഒരു വക പുച്ഛത്തോടെയുള്ള സംസാരവും ചുമ്മാ വെറുതെ ഇരുന്ന് പറയുന്നതും അഥവാ പ്രയോജനമില്ലാത്ത സംസാരങ്ങളും ഉപകാരപ്രദമല്ലാത്ത വർത്തമാനങ്ങളെല്ലാം വ്യർത്ഥവാക്കുകളാണ്. ഉപകാരപ്രദമല്ലാത്ത വർത്തമാനങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന ചെയ്യണം. എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഞാൻ വ്യർത്ഥഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. നമുക്ക് ആത്മപരിശോധന ചെയ്ത് കർത്താവിലേക്ക് മടങ്ങി വരാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. വ്യർത്ഥഭാഷണം, അവിടുന്ന് പറയുകയായിരുന്നല്ലോ, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. നീ നിൻ്റെ വാക്കുകളിൽ നീതീകരിക്കപ്പെടുമെന്നും നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്ന അരുളി ചെയ്ത കർത്താവേ, വ്യർത്ഥവാക്കുകളും ചീത്തവാക്കുകളും പ്രയോജനരഹിതമായ സംസാരങ്ങളുമെല്ലാം ഉപേക്ഷിക്കുവാൻ, അവിടുത്തെ തിരുവചനം മറ്റുള്ളവർക്ക് ആത്മീയ പ്രചോദനമേകുന്ന വാക്കുകൾ സംസാരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.